പത്തനംതിട്ടയിൽ യു.ഡി.എഫിനെതിരെ പ്രതിഷേധവുമായി ഓർത്തഡോക്സ് സഭ. പത്തനംതിട്ടയിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഓർത്തഡോക്സ് സഭാംഗങ്ങളെ യു.ഡി.എഫ് പൂർണ്ണമായും അവഗണിച്ചുവെന്ന് ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ പറഞ്ഞു. എല്ലാ സമുദായങ്ങളിലും എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നതാകണം മതേതരത്വം എന്ന് യു.ഡി.എഫ് നേതൃത്വത്തെ, കോൺഗ്രസ് നേതൃത്വത്തെ ഓർത്തഡോക്സ് വിഭാഗം ഓർമ്മിപ്പിക്കുന്നു. സാമുദായിക പരിഗണന നൽകുന്ന പാർട്ടി എന്ന് പറഞ്ഞ ശേഷം നൽകാത്തതിലാണ് പ്രതിഷേധമെന്നും ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ പറഞ്ഞു. പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രത്യേകിച്ച് യു.ഡി.എഫിൻ്റെ ഭാഗത്തുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം ജില്ലാ പഞ്ചായത്തിലേക്കുള്ളത് ഒരത്ഭുതം, വല്ലാത്തൊരു അത്ഭുതം ഞങ്ങൾക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ സഭാംഗങ്ങളായ ആരെയും കാണാത്തതിൻ്റെ ഒരു കൗതുകവും ഉത്കണ്ഠവും ഒരല്പം ആമർഷവും ഒക്കെ ഞങ്ങൾക്കുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശമായി സ്ഥാനാർത്ഥി നിർണയം നിലനിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസ് പോലുള്ള ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സാമുദായിക സന്തുലിതാവസ്ഥ പാലിക്കപ്പെടുന്ന ഒരു പാരമ്പര്യമുണ്ട്. അത് അവർ തന്നെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അത് നിലനിർത്തുമെന്ന്. പക്ഷേ എന്തുകൊണ്ടോ ഈ പ്രാവശ്യത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ ആ ഒരു സ്ഥാനാർത്ഥി പരമ്പരയിൽ അങ്ങനെ ഒരു പരിഗണന കാണാത്തതിൻ്റെ ഒരു ഉത്കണ്ഠ സഭയ്ക്കുണ്ട്. ഇപ്പോൾ വിശദാംശങ്ങളുമായി സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. സുജു, ഇപ്പോൾ ഫാദർ സൂചിപ്പിച്ചതുപോലെ ആ പട്ടിക നോക്കിയാൽ, യു.ഡി.എഫിൻ്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ ഈ പ്രതിഷേധത്തിനോ പരിഭവത്തിനോ വിമർശനത്തിനോ ആ വിമർശനത്തിൽ കഴമ്പുണ്ട് എന്ന് തോന്നുമോ? ആ ലിസ്റ്റാകെ പരിശോധിച്ചിട്ട് എങ്ങനെയുണ്ട് സുജു? തീർച്ചയായിട്ടും ശരത്ത്, ഓർത്തഡോക്സ് സഭയുടെ പ്രതിഷേധത്തിന് കഴമ്പുണ്ടെന്ന് തന്നെയാണ് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത്. 17 ഡിവിഷനുകളിലാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലുള്ള. ഈ 17 ഡിവിഷനുകളിലും ഓർത്തഡോക്സ് സഭാംഗങ്ങളായിട്ടുള്ള ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് സഭയുടെ പ്രതിഷേധം. സഭ ഇത്തരമൊരു നിലപാടിലേക്ക് പരസ്യ നിലപാട് കടുപ്പിക്കാനുള്ള കാരണം സഭ ആ കാര്യം പറയുന്നില്ലെങ്കിൽ പോലും നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. എല്ലാ ആളുകൾക്കും ഇത്തവണ ഓർത്തഡോക്സ് സഭയിലെ ചില ആളുകളെ പരിഗണിച്ചിരുന്നു. ഒരു വൈദികൻ്റെ ഭാര്യയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവസാന നിമിഷമാണ് ആ സ്ഥാനാർത്ഥിയുടെ പേര് വെട്ടി മറ്റ് ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുതുക്കി നോമിനേഷൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തത്. അതായത് സഭയെ സംബന്ധിച്ചോളം ഒരാളെ പോലും സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന് മാത്രമല്ല, സഭയുടെ വിശ്വാസിയായിരിക്കുന്ന ഒരു വൈദികൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകളെ കൃത്യമായി സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവസാന നിമിഷം അതിലെല്ലാം തന്നെ വെട്ടലും ചില നേതാക്കളുടെ താല്പര്യവും കടന്നുകൂടിയോടെ തന്നെയാണ് സഭയുടെ ഒരാൾ പോലും സ്ഥാനാർത്ഥിയായി വന്നില്ല എന്നതാണ് സഭയുടെ കടുത്ത അമർഷം. ഇതിൽ വിശ്വാസികൾ വലിയ പ്രതിഷേധത്തിലാണെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ വൈദിക ട്രസ്റ്റ് കൂടിയായിരിക്കുന്ന അമേൽ അച്ഛൻ പറയുന്നത്. സഭയുടെ രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ചുമതലയുള്ളത് വൈദിക ട്രസ്റ്റിക്കാണ്. അതുകൊണ്ട് വൈദിക ട്രസ്റ്റ് ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. 17 സ്ഥാനാർത്ഥികളിൽ ഒരാളെ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, കോൺഗ്രസ് ഫാദർ ചൂണ്ടിക്കാട്ടുന്നു, കോൺഗ്രസ് സാധാരണഗതിയിൽ ഇത്തരം പരിഗണന നൽകാറുള്ളതാണ്, അല്ലെങ്കിൽ അത്തരം പരിഗണന നൽകുന്നെന്ന് പരസ്യമായി പറയുന്ന രാഷ്ട്രീയ പാർട്ടി കൂടിയാണ്. അങ്ങനെ പരസ്യമായി പറയുകയും അതിനുശേഷം ഒരു തരത്തിലും ഇതേക്കുറിച്ച് എങ്ങനെയാണ് യു.ഡി.എഫ് നേതൃത്വം പ്രതികരിക്കുന്നത്? വിശേഷിച്ച് യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശിൻ്റെ തന്നെ സ്വന്തം ജില്ലയാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഓർത്തഡോക്സ് സഭയ്ക്ക് വലിയ സ്വാധീനമുള്ളൊരു ജില്ലയാണ് പത്തനംതിട്ട. ഇതെല്ലാം പരിഗണിച്ചാൽ ഇതൊന്നും കണക്കിലെടുക്കാതെയാണോ യു.ഡി.എഫ് അവിടെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത്? ഫാദർ പറഞ്ഞതുപോലെ തന്നെ യു.ഡി.എഫ്, കോൺഗ്രസ് എപ്പോഴും പറയുന്നതാണ് ഇത്തരം സാമുദായിക പരിഗണനകൾ, ആ ബാലൻസിങ് അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാകുമെന്ന് അവർ പരസ്യമായി പറയുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സഭയ്ക്ക് ആ പ്രതിഷേധവും വരുന്നത്. അങ്ങനെ തന്നെ പറയുകയും സമ്മതിക്കുകയും ചെയ്യുന്ന കോൺഗ്രസും യു.ഡി.എഫും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഓർത്തഡോക്സ് സഭയെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുന്നു, അതും ജില്ലാ പഞ്ചായത്തിലേക്ക്. എന്താണ് പ്രതികരണം ആ നേതൃത്വത്തിൻ്റെ? തീർച്ചയായിട്ടും ഇപ്പോൾ അല്പസമയത്തിലുള്ള ജില്ലയിൽ വെച്ച് തന്നെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ സമയത്ത് ഇക്കാര്യം ആരായുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രതികരണം ഉണ്ടാകുന്നത് തന്നെയാണ്. കാരണം സഭയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പ്രതികരണം ഉണ്ടാകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇത്തവണ നേതാക്കളുടെ ചില താല്പര്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ഈ പട്ടിക പുറത്തുവിട്ടുന്നതാണ്. പ്രത്യേകിച്ച് വിഭാഗവും ചെന്നിത്തലയും പത്തനംതിട്ടയിൽ കടുത്ത അതൃപ്തിയിലാണ്. ചെന്നിത്തലയുടെ അടുത്ത അണിയായിരുന്ന തട്ടേൽ ഹരികുമാറിന് കോൺഗ്രസിൻ്റെ കർഷക സംഘടന ജില്ലാ ഭാരവാഹിക്ക് സീറ്റ് നിഷേധിച്ചിരുന്നു. ഇതിൽ സതീഷ് ഗ്രൂപ്പും സതീശനും അതുപോലെ കെ.സി. വേണുഗോപാലൊക്കെ ഇടപെട്ടുകൊണ്ട്
അവരുടെ താല്പര്യക്കാർക്ക് തന്നെയാണ് ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് വിഭജനത്തിൽ ആധിപത്യം പുലർത്തിയുള്ള പരാതി നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു ഘട്ടത്തിലാണ് ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചോളം അവരുടെ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥിയായി പോലും നിശ്ചയിച്ച ശേഷം അവസാന നിമിഷം കോൺഗ്രസ് പേര് വെട്ടിക്കളഞ്ഞു എന്നതും അവർ പരസ്യമായി പറയുന്നില്ലെങ്കിലും അത് വസ്തുതാപരമായ കാര്യം തന്നെയാണ്. എന്തായാലും കടുത്ത പ്രതിഷേധത്തിലാണ് ഓർത്തഡോക്സ് സഭ. വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. യോഗ്യരായ നിരവധി പ്രവർത്തകർ കോൺഗ്രസിനുള്ളിൽ നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു സമീപനമെന്നും സഭ ചൂണ്ടിക്കാട്ടുന്നു.